ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ തണുത്ത് വിറച്ച് ഈ മഴയത്ത് എങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നുള്ളതെന്നായിരിക്കും ചിന്തിക്കുന്നുള്ളത് അല്ലേ? നമ്മുടെ കേരളത്തിൽ തന്നെ അതിമനോഹരമായ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. അതെ, കണ്ണു നിറച്ചും ഭംഗി നിറഞ്ഞ കാഴ്ചകളും മാത്രമല്ല, മനസ്സും ശരീരവും ആകെ രോമാഞ്ചനം കൊള്ളിക്കുന്ന അതിമനോഹരമായ ഓരോ കാഴ്ചകളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. രാവിലെ തന്നെ തൂളുന്ന മഴ, അതിനൊപ്പം ത്രിൽഡായ റൈഡും പിന്നെ അഡ്വഞ്ചറസ് ആയ ഒരു ട്രക്കിങ്ങും. എന്തൊരു ഫീൽ ആയിരിക്കും. മതി ഒത്തിരി സസ്പെൻസ് ഒക്കെ കളഞ്ഞിട്ട് പെട്ടെന്ന് സ്ഥലം ഏതാണെന്ന് പറയാൻ എന്നായിരിക്കും ചിന്തിക്കുന്നുള്ളത് അല്ലേ? അപ്പം ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം. ഈ സ്ഥലം മറ്റേതും അല്ല, അതിമനോഹരമായ കാഴ്ചകൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഇല്ലിക്കൽ കല്ലു. ഞങ്ങൾ രാവിലെ ഒരു 10:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1 hourന്റെ ജേർണി ആയിരുന്നു കാണിച്ചുകൊണ്ടുണ്ടായത്. ഭാഗ്യത്തിന് ഇന്നത്തെ ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ചെറുതായിട്ടൊരു വെയിൽ കണ്ടു തുടങ്ങിയത് തന്നെ ഇന്നായിരുന്നു. എന്തായാലും അവിടെ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നേരെ ചെന്ന് കാണാം. പോകുന്ന വഴിയിലൊക്കെ ഒത്തിരി റബ്ബർ മരങ്ങളായിരുന്നു. കാരണം കേരളത്തിന്റെ മെയിൻ കൃഷികളിൽ ഒന്നാണല്ലോ ഈ റബ്ബർ കൃഷിയും കൂടി. അതുമാത്രമല്ല കേട്ടോ, നല്ല ഭംഗി നിറഞ്ഞ ഒത്തിരി പൈനാപ്പിൾ കൃഷിയും കൂടി കണ്ടായിരുന്നു. ഈ ഒരു ഇല്ലിക്കൽ കല്ല് നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്ന് 57 കിലോമീറ്ററോളം ദൂരമാണ് ഉള്ളത്. അതുമാത്രമല്ല, നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. അപ്പം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു താഴെ ഒന്നും മഴയില്ലായിരുന്നു. പക്ഷെ മുകളിൽ നമ്മൾ എത്തി തുടങ്ങിയതും നല്ല രീതിയിൽ മഴ പെയ്ത് തുടങ്ങി, കണ്ടില്ലേ? അപ്പൊ ഞങ്ങള് റെയിൻകോട്ടൊക്കെ എടുത്തത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു, പോകുന്നുണ്ട്. എന്തായാലും മഴയത്ത് പോകാൻ നല്ലൊരു ഫീലായിരുന്നു. പക്ഷെ ചെറുതായ ഒരു അബദ്ധം കൂടി പറ്റി. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പോകേണ്ടിയിരുന്നത് ഇല്ലിക്കൽ കല്ല് കാണാനായിരുന്നു. പക്ഷെ വന്നെത്തിയതോ ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡ് ആയിരുന്നു. അതെ, ഇതും കൂടി ഒരു മെയിൻ സ്പോട്ട് തന്നെയാണ്. ഇതുവഴിയും നമുക്ക് ട്രക്കിംഗ് ചെയ്ത് ആ വശത്ത് കയറി ചെല്ലാവുന്നതാണ്. ഒത്തിരി പേര് കണ്ടില്ലേ, ആൾറെഡി കയറി ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് കുറച്ചും കൂടി സമയം എടുക്കും. അതുമാത്രമല്ല, കുറച്ച് ഡേഞ്ചറസും കൂടിയാണ്. അപ്പം അതിന് മാത്രമുള്ള സമയം ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുവഴി തന്നെ പോയി കഴിഞ്ഞാൽ. കാരണം ഞാനാവട്ടെ ഹരിയാവട്ടെ ഇതുപോലത്തെ ട്രക്കിംഗ് ഒത്തിരി ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. സമയമില്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഇവിടെയൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വരുന്ന വഴിയിൽ തന്നെ ഒരു റൈറ്റ് എടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾ ഡയറക്റ്റ് വന്നു. മാപ്പ് കറക്റ്റായിട്ടായിരുന്നു കാണിച്ചുകൊണ്ടുണ്ടായത്. ഇവിടുന്ന് മുന്നോട്ടേക്ക് ഇനി വഴി ഇല്ല എന്നായിരുന്നു മാപ്പും കാണിച്ചുകൊണ്ടുണ്ടായത്. പക്ഷെ ഇടയ്ക്ക് എവിടെയോ വെച്ച് ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെയായിരുന്നു വഴി തെറ്റി ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും വന്നതിൽ ഒട്ടും റിഗ്രറ്റ് ഇല്ല കേട്ടോ. കാരണം ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയ സ്പോട്ടും കൂടി കാണാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷമേ ഉള്ളൂ. ചില സമയത്ത് ഇങ്ങനെ അബദ്ധത്തിലാണെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒത്തിരി നല്ല ഓർമ്മകളും സന്തോഷങ്ങളായിരിക്കും തരുന്നത് അല്ലേ? അപ്പം ഈ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. അതെ, ഇതിന്റെ ഫ്രണ്ട് സൈഡ് കാണാനാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടുള്ളത്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ കണ്ടത് ബാക്ക് സൈഡ് ആയിരുന്നു. അപ്പം അങ്ങനെയും ഇങ്ങനെയും തപ്പിപ്പിടിച്ച് ഞങ്ങളിപ്പം ശരിയായ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ ഇല്ലിക്കൽ എത്താൻ. ഇപ്പം പോകുന്ന വഴി കണ്ടില്ലേ, നല്ലൊരു വണ്ടർല ഫീലാണ് എനിക്ക് തരുന്നുള്ളത്. എന്തായാലും അങ്ങനത്തെ ഒരു അഡ്വഞ്ചറസ് ആയ റോഡും പിന്നെ നല്ലൊരു ഹൈറ്റും കൂടി ആയിരുന്നല്ലോ. അപ്പം നേരത്തെ ഒട്ടും സമയമില്ല എന്ന് ഞാൻ പറഞ്ഞത്, ഇന്ന് വൈകിട്ട് 4 മണിക്ക് ബാംഗ്ലൂർക്ക് ഞങ്ങൾ തിരിച്ചു പോകേണ്ടതാണ്. അതെ, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 4 മണിക്ക് ട്രെയിൻ. അപ്പൊ ഇവിടേക്ക് വരണം എന്നത് ഒട്ടും പ്ലാനിലേ ഇല്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴായിരുന്നു ഹരി പറഞ്ഞത് പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് ഇല്ലിക്കൽ കല്ല് കാണാൻ പോവാ എന്നത്. എനിക്ക് ഒത്തിരി ദിവസങ്ങളായിട്ട് ഇവിടേക്ക് വരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹരി പറഞ്ഞത് ഓടിച്ചാടി ഞാൻ റെഡിയായി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ട്രാവലിംഗ് എന്നത്. അപ്പം ഇതുപോലെ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പം കണ്ടില്ലേ, നമ്മളിപ്പം ഇല്ലിക്കക്കല്ലിൻ്റെ ആ ഒരു എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നുള്ളത് 3500 ഫീറ്റ് എബോവ് സീ ലെവലാണ്. കണ്ടില്ലേ, മേഘങ്ങളോളം തൊട്ടു നിൽക്കുന്ന ഉയരത്തിലുള്ള ഈ മലകളെ കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ?
ഈ കാണുന്ന റൈറ്റ് സൈഡിലുള്ളതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പം ആദ്യം നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് കയറി ചെല്ലാനായിട്ട്. ഒരാൾക്ക് 20 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതുമാത്രമല്ല 2 വീലറും പിന്നെ 3 വീലർ പാർക്കിങ്ങിന് 13 രൂപയും പിന്നെ 4 വീലർ പാർക്കിങ്ങിന് 26 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതുകൂടാതെ മിനി ബസ്, ക്യാമറ, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേറെ വേറെ എമൗണ്ട് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം ദൂരം മേളിലേക്ക് നമ്മൾ നടന്ന് വേണം കയറി ചെല്ലാൻ. നടക്കാൻ വല്ല ബുദ്ധിമുട്ട് നമുക്ക് തോന്നത്തില്ല, കാരണം നല്ലൊരു റോഡൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പയ്യെ കയറി ചെല്ലാവുന്നതാണ്. അപ്പം പോകുന്ന വഴി ഇങ്ങനെ നല്ലൊരു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ പോകുന്നത് കൊണ്ട് നമുക്ക് വലിയ ഒരു സ്ട്രെസ് ഒന്നും തോന്നൂല. നല്ലൊരു റോഡുണ്ട്, പക്ഷെ വണ്ടി വിടത്തില്ല, നമ്മൾ കയറി വേണം വരാൻ. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളായ നേച്ചറാണ് ഇല്ലിക്കൽ. ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റായ സ്പോട്ടും കൂടിയാണ്. ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുള്ളായ നേച്ചർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യമായിട്ടും ഇത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കണ്ടില്ലേ, നേച്ചർ കണ്ടില്ലേ, എത്ര ഭംഗിയാണുള്ളതെന്ന്. ഇനി നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ പോലും വിഷമിക്കേണ്ട ആവശ്യമില്ല, കാരണം ജീപ്പ് ഫെസിലിറ്റിയും കൂടി ഇവിടെയുണ്ട്. ഒരാൾക്ക് 39 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പം എൻട്രി ഫീയും പിന്നെ ഈ ഒരു ജീപ്പ് ഫീയും കൂടിയിട്ട് ടോട്ടൽ 59 രൂപ ഒരാൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ജീപ്പിൽ തന്നെ സുഖമായിട്ട് വരാവുന്നതാണ്. പക്ഷേ ആ കാണുന്ന ഏറ്റവും ടോപ്പ് ഒരു 200 മീറ്ററോളം നമ്മൾ നടന്ന് തന്നെ കയറി ചെല്ലേണ്ടതാണ്. അവിടേക്ക് യാതൊരു വണ്ടിയും പോകാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഏകദേശം റോഡ് കംപ്ലീറ്റ് ആയിട്ടും കയറി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് ട്രക്കിംഗ് സ്പോട്ടാണ്. ഈ കാണുന്ന റൈറ്റ് സൈഡ് വഴി വേണമെങ്കിൽ നമുക്ക് പോകാവുന്നതാണ്. അവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പം ഹരി അതുവഴി വരാമെന്ന് പറഞ്ഞു. നമ്മൾ എന്തായാലും കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഇതുവഴി തന്നെ പോകാം. ഇവിടെ നിന്ന് ഒരു 200 മീറ്ററോളം നമുക്ക് ഇതുപോലെയുള്ളൊരു വഴിയായിരിക്കും. നമ്മൾ എന്തായാലും കുറച്ച് സൂക്ഷിച്ച് പയ്യെ വേണം പോവാൻ, കാരണം നല്ലൊരു കാറ്റും കൂടിയുണ്ട്. ആ കാണുന്നതാണ് ഏറ്റവും ടോപ്പ്, അവിടേക്കാണ് നമ്മളിപ്പം പോകുന്നുള്ളത്. ഈ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. അതെ, ഇത് കാണാനാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. ഈ കല്ലിൻ്റെ പകുതി വശം പൊട്ടിയിരിക്കുകയാണ്. എന്നാൽ പോലും മായാത്ത ഈ കല്ലിൻ്റെ ആ ഒരു ഭംഗി കാണാനാണ് എല്ലാവരും ഇത്രയും ദൂരം വരുന്നത്. അതുമാത്രമല്ല ഇവിടെ നിന്ന് കാണാവുന്ന ആ ഒരു പ്രകൃതി ഭംഗിയും കൂടിയാണ് എല്ലാവരും കൂടുതലായിട്ടും ആകർഷിപ്പിക്കുന്ന ഒരു കാര്യം. കാണാൻ എത്ര മനോഹരമാണോ അതേപോലെ തന്നെ ഡേഞ്ചറസ് ആയ ഒരു സ്ഥലവും കൂടിയാണ്. അതെ, പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, കാരണം നമ്മൾ വരുമ്പോൾ തന്നെ ആ ഒരു കരുതലോടും കൂടി വേണം വരാൻ. ആയതും ഒത്തിരി മഴയും പിന്നെ വെയിലുമുള്ള കാലത്ത് വരാതിരിക്കുക, കാരണം മഴക്കാലത്തായിരിക്കുമല്ലോ ഇടിയും മിന്നലൊക്കെ വരുന്നത്. ഈ ഒരു സ്ഥലം നല്ലൊരു ഹൈറ്റിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇടിയും മിന്നലൊക്കെ തട്ടുന്ന ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്തിൽ വരാതിരിക്കുക. സെപ്റ്റംബറിൽ നിന്നും ജനുവരി വരെ നമുക്ക് വരാൻ പറ്റിയൊരു നല്ല സമയമാണ്. ആ സമയത്ത് ഒത്തിരി മഴയും പിന്നെ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിലും നല്ല രീതിയിൽ കമ്പിയൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് പയ്യെ ആണെങ്കിലും നമ്മൾ പിടിച്ച് കയറാവുന്നതാണ്. ഇപ്പോൾ പുതിയതായിട്ടാണ് ഇവർ ഈ കമ്പിയൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത്. പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഹരി ആദ്യം തന്നെ ഒരു തവണ വന്നിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ കമ്പിയുടെ സഹായത്തോടെ എങ്ങനെയൊക്കെ പിടിച്ചു കയറി ഏറ്റവും മുകളിൽ ഇപ്പം എത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. ആ ദൂരെ കാണുന്നത് മനുഷ്യരാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് ചെന്നില്ലായിരുന്നോ, അതുവഴി കയറി വന്നവരാണ് ആ കാണുന്നതൊക്കെ. അവർ കുറച്ചും കൂടി അഡ്വെഞ്ചറസ് ആയിട്ട് റിസ്ക് എടുത്ത് കയറി വന്നവരാണ്. അതുമാത്രമല്ല ആ വഴിയിലൂടെ കയറി വരാൻ കുറച്ച് കൂടുതൽ സമയം കൂടി വേണം. ഇവിടെ നമുക്ക് നല്ലൊരു സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ട്. കയറുന്നവിടെ ആവട്ടെ റോഡാവട്ടെ എന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതുവഴി കയറി വരുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഫുൾ റിസ്ക് എടുത്ത് ട്രക്കിംഗ് ചെയ്താണ് അവർ വരുന്നത്. എന്തായാലും ഏത് വഴിയിലൂടെ കയറി വന്നാലും കാണാനായിട്ടുള്ളത് നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട.
നല്ല ശാന്തമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് പോകാൻ തന്നെ മനസ്സില്ല. പക്ഷെ തിരിച്ച് പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പം തിരിച്ചിറങ്ങി തുടങ്ങി. ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങി. അപ്പം തിരിച്ചിറങ്ങുമ്പോൾ പകുതി വഴിയിൽ തന്നെ ഇങ്ങനെയൊരു വ്യൂ പോയിന്റും കൂടിയുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു കല്ലും പിന്നെ ഇവിടുത്തെ ആ ഒരു നേച്ചറും കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഈ ഇല്ലിക്കൽ കല്ലിന്റെ ഓപ്പണിംഗ് ടൈം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. നല്ല രീതിയിൽ മഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇവർ ക്ലോസ് ചെയ്യും. ആരെയും കയറ്റി വിടത്തില്ല. ഒട്ടും പ്ലാനേ ഇല്ലാതെ വന്നെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ദിവസം ചെലവഴിക്കാൻ പറ്റി. അപ്പം ഇനി ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പോവാണ്. കാരണം ട്രെയിനിനുള്ള സമയമായി തുടങ്ങി. ഇപ്പൊ സമയം 1 മണിയായിട്ടുണ്ട്. വീടെത്താൻ 1 മണിക്കൂറും കൂടി വേണ്ടി വരും. അപ്പം 2 മണിക്ക് വീടെത്തി. അവിടുന്ന് ഇനി കോട്ടയം പോയി കോട്ടയത്തിൽ നിന്നാണ് ട്രെയിൻ 4 മണിക്കുള്ളത്. എന്തായാലും എത്താൻ പറ്റുമോ അതോ ട്രെയിൻ മിസ്സാവോ എന്ന ആകെ ടെൻഷനിലാണ് ഇപ്പോൾ പൊക്കോണ്ടുള്ളത്. അങ്ങനെ വീട്ടിൽ ചെന്ന് ബാഗൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങിയായിരുന്നു. ആൾറെഡി ഞാൻ ബാഗ് റെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായത് കൊണ്ട് തന്നെ ഓൺ ടൈമിന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കണ്ടില്ലേ, 4 മണിക്കായിരുന്നു കറക്റ്റായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ഇപ്പം സമയം 4:05 ആയിട്ടുണ്ട്. അപ്പം 4:10 ട്രെയിനിൻ്റെ ഒരു സമയം. എന്നും വൈകി വരാറുള്ള ട്രെയിന് ഇന്ന് ഓൺ ടൈമിന് തന്നെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, അതല്ലേലും അങ്ങനെയാണല്ലോ. ആൾറെഡി സീറ്റൊക്കെ ബുക്കാക്കിയിരുന്നത് കൊണ്ട് പെട്ടെന്ന് കയറി സീറ്റ് പിടിക്കേണ്ട ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അപ്പറായിരുന്നു കിട്ടിയത്. ഇനി ഹരിക്ക് കിട്ടിയിരുന്നെങ്കിലും ഞാൻ ഇത് തന്നെ എടുക്കുള്ളൂ. എൻ്റെ ഒരു ഫേവറേറ്റ് ആയ സ്പോട്ടാണിത്. ഇനി ബാംഗ്ലൂർ എത്തുന്നത് വരെ സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.